നമ്മുടെ നാലാമത്തെ ഇൻറ്റിഗ്രേഷൻ്റെ ക്ലാസ്സിലേക്കാണ്. ഇൻറ്റിഗ്രേഷൻ്റെ 3 ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങൾ പഠിച്ചേ മതിയാവും. അതിനുശേഷം ഇതിലേക്ക് വന്നാലേ കാര്യമുള്ളൂ. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ്, ഇൻ്റഗ്രൽ സൈൻ എക്സ്, ഇൻ്റഗ്രൽ കോസ് എക്സ്, ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്, ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ്, ഇൻ്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ്, ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ 1/x ഡി എക്സ്, പിന്നെ ഈ സൈൻ ഇൻവേഴ്സിൻ്റെ കോസ് ഇൻവേഴ്സിൻ്റെ ഒക്കെ റിസൾട്ടുകൾ വരുന്നത് മറ്റ് കുറച്ച് റിസൾട്ടുകൾ കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും അടിസ്ഥാനപരമായ കുറച്ച് ഇൻറ്റിഗ്രേഷൻ റിസൾട്ടുകൾ. നമ്മൾ ഒന്നുകിൽ ആ റിസൾട്ട് നേരിട്ട് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇതുവരെ നമ്മൾ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ്റെ ഈ ടോപ്പിക്കിൻ്റെ ഹെഡിങ് തന്നെ മെത്തേഡ്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഇൻറ്റിഗ്രേഷൻ ബൈ ദ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അതായത് ഇത് ക്വസ്റ്റ്യൻ ഒരെണ്ണം എടുക്കാം. ഇൻ്റഗ്രൽ 5x + 2 ആണ്. ഇൻറ്റിഗ്രേറ്റ് ദ ഫോളോവിങ് എന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത് ഇൻ്റഗ്രൽ 5x + 2 all raised to 6 dx എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ റിസൾട്ടുകളിൽ വരുന്നതേയല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ബൈനോമിയൽ തിയറം അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പോളിനോമിയൽ എക്സ്പ്രഷൻസ് വരും. അതുപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വളരെ ലെന്തി ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. അത് ഓരോന്നിനെയും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന അത്ര എളുപ്പവുമല്ല. പക്ഷേ ഇവിടെ നമുക്ക് ചില ടെക്നിക്കുകളുള്ളത്. ഒരു പ്രത്യേക ഇവിടെ എക്സ്പ്രഷനെ, എക്സിൻ്റെ ഒരു എക്സ്പ്രഷനെ ഒരു വേരിയബിൾ കൊണ്ട്, പുതിയൊരു വേരിയബിൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഫംഗ്ഷൻ ഓഫ് AX + B ഫോമിലുള്ളതാണ്. AX + B ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. 5x + 2 അതൊരു AX + B ഫോമാണ്. 1 - 2x അതേ ഫോമിൽ തന്നെയാണ്. അത് എക്സിൻ്റെ ഡിഗ്രി 1 വരികയും ഒരു കോൺസ്റ്റൻറ്റ് ടേം കൂടി വരികയും ചെയ്യുന്ന ഒരു എക്സ്പ്രഷനായിട്ട് നമുക്കിതിനെ പരിഗണിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. x + 9 അല്ലെങ്കിൽ 1 - x, 2x + 5, 2x + 3 ഇതൊക്കെയാണ് ഈ AX + B ഫസ്റ്റ് ഡിഗ്രി ഇൻ എക്സിൽ വരുന്ന എക്സ്പ്രഷൻസ്. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഈ AX + Bയെ നമ്മളൊരു സിംഗിൾ ടേമായിട്ട് പരിഗണിച്ചാൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് ദാറ്റ് ടേം വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വേരിയബിളിനെ നമുക്ക് നമ്മുടെ റിസൾട്ടിൽ നമ്മുടെ ഇതുവരെയുള്ള ലിസ്റ്റിൽ ചെയ്യപ്പെട്ട റിസൾട്ടുകളിലുള്ള സാധനമായിരിക്കും. ഞാൻ നേരെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 5x + 2 all raised to 6 എന്ന് പറയുന്നത് ഈ 5x + 2ന് പകരം ഒരു ക്യാപിറ്റൽ എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ x raised to 6 dx എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈ ക്യാപിറ്റൽ എക്സ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇൻ്റഗ്രൽ x raised to 6 dx എന്നുള്ളത് x raised to 7/7 എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ വേരിയബിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ ജനറലായിട്ട് ഏത് റിസൾട്ട് പറഞ്ഞാലും ഇൻ്റഗ്രൽ f(x) dx എന്നുള്ളത് g(x) എന്ന് പറയുന്ന ഒരു എക്സ് വേരിയബിൾസിലുള്ള റിസൾട്ട് ആണെങ്കിൽ ഇതിന് പകരം ഇൻ്റഗ്രൽ f(z) dz എന്ന് പറഞ്ഞാൽ g(z) വരുമെന്ന് മാത്രമേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമില്ല. എക്സിന് പകരം z ആണെങ്കിൽ z ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടുകൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ z dz എന്ന് പറയുന്നത് tan z എന്ന് വരും എന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ വേരിയബിൾ മാറുമ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ എക്സിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഈ 5x + 2 എന്ന് പറയുന്നതിന് പകരം ഒരു സിംഗിൾ വേരിയബിൾ എക്സ് എന്നോ യു എന്നാണ് സാധാരണ ഉപയോഗിക്കുന്നത്. യു എന്ന് മാറ്റിയാൽ അതിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. ഇവിടെ ലെറ്റ് u = 5x + 2. നമ്മുടെ ഉദ്ദേശം ഇതിനെ ഒരു ബ്ലോക്കായിട്ട് പരിഗണിക്കുക, ഒരു സിംഗിൾ ഒരു ബ്ലോക്കായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് du/dx ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു x എന്നുള്ളത് 5x + 2ൻ്റെ ഡെറിവേറ്റീവ് അത് 5 ആണ്. ഡെറിവേറ്റീവ് ആണ് പണ്ട് S1-ൽ പഠിച്ച ഡെറിവേറ്റീവ് 5 ആണ്. 5 + 0. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് ഈ dxനെ du-ലേക്ക് മാറ്റാം. എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ നിന്ന് u എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടെ ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇതിന് പകരം നമ്മൾ u കൊടുത്തിട്ടുണ്ട്. u raised to 6 എന്ന് എഴുതി കഴിഞ്ഞു. dxനെയും കൂടി മാറ്റിയാലേ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു u നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇതിനുള്ള മാർഗ്ഗമാണിത്. du/dx 5 ആണെങ്കിൽ സാധാരണ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് dx ഇവിടെ വന്നാൽ നമുക്ക് എഴുതാവുന്നത് du/5 = dx എന്ന് എഴുതാൻ സാധിക്കും. 5 ഇവിടെ വന്നു, dx മുകളിൽ ചെന്നു. അപ്പോൾ ഇവിടെ du/5 ആണ് dx. അതുകൊണ്ട് ഈ dxന് പകരം നമുക്ക് du/5 എന്ന് എഴുതാം.
അപ്പോൾ ഈ എക്സ്പ്രഷനിൽ യു ഈക്വൽ ടു 5x+2 എന്ന് കൊടുത്തപ്പോൾ ഈ ഭാഗം യു റേസ് ടു 6 ആയി ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു ബൈ 5 എന്ന് എഴുതി. ഇപ്പോൾ എന്ത് വന്നു? ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം നമുക്ക് ഇൻറ്റിഗ്രേഷൻ്റെ ഔട്ട് സൈഡിൽ എഴുതാം. 1/5 ഇൻറ്റു ഇൻറ്റഗ്രൽ യു റേസ് ടു 6 ഡി യു എന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു n+1/n+1 എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇൻറ്റഗ്രൽ യു റേസ് ടു എൻ ഡി എക്സ് എന്ന് ഡി യു എന്ന് പറയുന്നത് യു റേസ് ടു n+1/n+1 ആണ്. ഇതിൽ എക്സിന് പകരം യു വന്നാലും ഇതേ റിസൾട്ട് അവിടെയുണ്ട്. അതനുസരിച്ച് ഇവിടെ യു റേസ് ടു 6ൻ്റെ ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു യു, ഇത് മറക്കരുത്. യുവും എക്സും അല്ല വന്നിരിക്കുന്നത്, യുവും യുവുമാണ്. ഇതിനെ നമുക്ക് 1/5 കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ഇൻറ്റഗ്രൽ യു റേസ് ടു 6 വിത്ത് റെസ്പെക്ട് ടു യു എന്നുള്ളത് യു റേസ് ടു 7 പ്ലസ് എ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എഴുതാം. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞു. പക്ഷേ നമ്മൾ കൊണ്ടുവന്ന വേരിയബിളിലാണ് ഈ സാധനമുള്ളത്. അതിനെ ഒന്നും തിരികെ കൊണ്ടുവന്നാൽ നമ്മുടെ റിസൾട്ട് എത്തി. ഇത് 1/5 ഇൻറ്റു യു എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. യു എന്നുള്ളത് 5x+2 എന്നാണ്. അത് തിരികെ വന്നാൽ 5x+2 എന്നെഴുതി റേസ് ടു 7/7 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ ഒന്നും കൂടി മാറ്റിയാൽ 5x+2 റേസ് ടു 7 ഡിവൈഡഡ് ബൈ 5 × 7 35 ആണ് പ്ലസ് സി എന്നെഴുതിയാൽ ഫൈനലായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ വളരെ ലെന്തിയായിട്ട് പറഞ്ഞു വന്നത് ഇതിൻ്റെ ടെക്നിക്ക് ഇതാണ്. ഈ 5x+2 പകരം ഒരു യു കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി എക്സിനെ മാറ്റി ഡി യുയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ വരുന്ന യുയിലുള്ള എക്സ്പ്രഷൻ്റെ ഇൻറ്റഗ്രേഷൻ നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ പെടുന്നതായിരിക്കണം എങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് റിസൾട്ടുകളൊക്കെ നമ്മൾ എക്സിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ എക്സിന് യാതൊരു നിർബന്ധവുമില്ല. ആ എക്സിന് പകരം യു കൊണ്ടുവന്നാലും നമ്മുടെ റിസൾട്ടുകൾ ഇതുപോലെ സാധനങ്ങൾ കറക്റ്റാണ്. അതുകൊണ്ട് വേരിയബിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ എക്സിന് വലിയ പ്രാധാന്യമില്ല. നിങ്ങൾ മാറ്റി ചിന്തിക്കണം, അപ്പോഴേ നമ്മുടെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ ഇവിടെ പൂർണ്ണമായി. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഈ മെത്തേഡ്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയും മെത്തേഡ്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വേറെയുണ്ട്, വേറെ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യനുകൾ ഇനി ഓരോന്നോരോന്ന് പോയാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ 1 - 2x റേസ് ടു 8ൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇൻറ്റഗ്രൽ 1 - 2x റേസ് ടു 8 ഡി എക്സ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി എക്സ് ആണ്. അവിടെ പ്രത്യേകിച്ചൊന്നും കൂടുതൽ ആലോചിക്കണമെന്നില്ല. ഇവിടെ ഒരു യു ആയിട്ട് പരിഗണിച്ചാൽ യു റേസ് ടു 8 എന്ന് വരും. അതിൻ്റെ ഇൻറ്റഗ്രൽ നമുക്ക് യു റേസ് ടു 9 എന്ന് എഴുതാൻ സാധിക്കും, വിത്ത് റെസ്പെക്ട് ടു യു ആണെങ്കിൽ മാത്രം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് 1 - 2x പകരം യു എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ കൊടുത്തു. നൗ ഡി യു വിത്ത് റെസ്പെക്ട് ടു x, derivative of u with respect to x is derivative of 1 0 minus 2xൻ്റെ ഡെറിവേറ്റീവ് with respect to x എന്നുള്ളത് -2 ആണ്. വീണ്ടും നമ്മൾ ഡി എക്സിനെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഡി എക്സ് ഇവിടെ വരിക. അപ്പോൾ ഡി യു ബൈ -2 ഈക്വൽ ടു ഡി എക്സ് ആണ്. സോ ദിസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 - 2x പകരം യു ആണ്. യു റേസ് ടു 8 ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു ബൈ -2 എന്ന് എഴുതാം. സോ ഇവിടെ -1/2 കോൺസ്റ്റൻ്റ് ആണ്, അത് ഔട്ട് സൈഡിൽ എഴുതി. ദെൻ ഇൻറ്റഗ്രൽ യു റേസ് ടു 8 ഡി യു. ഇതും കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ മാതിരി ഇൻറ്റഗ്രൽ യു റേസ് ടു എൻ ഡി യു ഫോമിലാണ്. അതിൻ്റെ ആൻസർ യു റേസ് ടു n+1/n+1 പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ്. ഇവിടെയും അതുകൊണ്ട് -1/2 കോൺസ്റ്റന്റ് ഔട്ട് സൈഡിൽ കിടക്കട്ടെ ഇൻറ്റു ഇൻറ്റഗ്രൽ യു റേസ് ടു 8 ഈസ് യു റേസ് ടു 9/9 പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇനി യുവിന് പകരം നമ്മുടെ എക്സിലുള്ള വേരിയബിളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾ തീർന്നു. -1/2 ഇൻറ്റു 9 എന്നുള്ളത് 1/18 എന്നാവും. -1/18 യു റേസ് ടു 9 എന്നുള്ളത് 1 - 2x റേസ് ടു 9. ഓക്കെ, ഈ പാർട്ട് ക്ലിയറായി. പ്ലസ് ഈ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. അതാണ് ഇൻറ്റഗ്രൽ 1 - 2x ഓൾ റേസ് ടു 8 ഡി എക്സിൻ്റെ ആൻസർ. നമ്മൾ എക്സിൽ തന്നെ തിരികെ എത്തിച്ചിട്ടുണ്ട്. യു നമ്മൾ ഉപയോഗിച്ചു, നമ്മൾ അയാളെ ഒഴിവാക്കിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സുകളിൽ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടിരിക്കുന്നത് എല്ലാം തന്നെ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ √3x - 4. ഇതിനെന്താ കുഴപ്പം? ഇതിന് കുഴപ്പം 3x - 4 പകരം ഒരു സിംഗിൾ യു ആണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാണ്. അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളിൽ പെട്ട കാര്യമേ അല്ല. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഈക്വൽ ടു 3x - 4. ഡി യു ബൈ ഡി എക്സ് എന്നുള്ളത് 3 ആണ്. ഇവിടെ നമുക്ക് ഡി യു ബൈ 3 ഈക്വൽ ടു ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതെന്ത് വരും? ദിസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ യു √u ആണ്, അത് യു റേസ് ടു 1/2 എന്ന് എഴുതാം.
ദെൻ ഇൻറ്റു ഇവിടെ ഡി എക്സ് കൂടിയുണ്ട് എങ്കിൽ അത് ഇൻറ്റഗ്രേഷൻ പൂർണ്ണമാവുകയുള്ളൂ. ഇൻറ്റഗ്രൽ √3x - 4 വിത്ത് റെസ്പെക്ട് എക്സ് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഡി എക്സ് എഴുതുന്നത്. ദെൻ u⁻², ഇതിന് പകരം വന്നു, ഇൻറ്റു ഡി എക്സിന് പകരം du/3. സോ ഈക്വൽ ടു 1/3 u⁻² du ആണ്. നേരത്തെ പറഞ്ഞ അതേ റിസൾട്ടുകൾ തന്നെ u⁻² + 1/1/2 + 1 ആണ്. അത് നേരത്തെ ചെയ്തിട്ടുണ്ട്. 3/2 എന്നുണ്ട്. അപ്പോൾ ഇവിടെ 1/3 ഇൻറ്റു 2/3 എന്ന് എഴുതാം. 1/3 ഇൻറ്റു 2/3 ഇൻറ്റു u⁻³ ഈക്വൽ ടു യുവിന് പകരം 3x - 4 ആണ്. ബാക്കിയുള്ളത് ഇവിടെ 3/3 അല്ല 2/9 ഇൻറ്റു യുവിന് പകരം 3x - 4 പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ എഴുതാം. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി അവിടെ ഉള്ളതെല്ലാം. ഞാനത് ഇത്ര വിശദമാക്കി എഴുതണമെന്നില്ല. കാര്യങ്ങൾ നമ്മുടെ സമയ പരിമിതിക്കുള്ളിൽ നിൽക്കേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ഹോംവർക്ക് ചെയ്യാം. കാരണം ഈ 2x + 1 പകരം 4ാമത്തെ ക്വസ്റ്റ്യൻ 2x + 1 പകരം u എന്ന് കൊടുക്കുക. അപ്പോൾ du ഈക്വൽ ടു du/dx, du/2 ഈക്വൽ ടു dx എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/u⁸ ഇൻറ്റു du/2 എന്ന് എഴുതാൻ സാധിക്കും. അത് 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ u⁻⁻8 du എന്ന് എഴുതാൻ സാധിക്കും. അത് 1/2 u⁻⁻8 + 1/8 + 1 -7 ആണ്. ഇത് എഴുതി -1/14 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 എന്നാണ്. u⁻⁻7 എന്ന് എഴുതാം. അത് -1/14 ഇൻറ്റു യുവിന് പകരം 2x + 1⁻⁻7 പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. ഇത് ഡിനോമിനേറ്റർ എത്തിച്ചാൽ അത് +7 എന്നാവും. ആ രീതിയിലാണ് ഞാനത് എഴുതി കഴിഞ്ഞു. ഇനി ഹോംവർക്ക് തന്നത് വെറുതെ പോയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. അത് 1 - 4x പകരം u എന്ന് കൊടുക്കുക. 1 - 4x ഈക്വൽ ടു u. ഇവിടെയും du/dx എന്നുള്ളത് ഡെറിവേറ്റീവ് ഓഫ് 1 0 -4 വരും. du/-4 ഈക്വൽ ടു dx എന്ന് വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ 1/1 - 4x dx എന്നുള്ളതാണ്. ദിസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1/1 - 4x u എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/u ഇൻറ്റു dx പകരം ഇവിടെ du/-4 എന്ന് വന്നു. ഈ കോൺസ്റ്റന്റ് ടേംസ് ഒക്കെ നമുക്ക് ഔട്ട് സൈഡിൽ എഴുതാം. -1/4 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/u du ആണ്. അപ്പോൾ ഇവിടെ u വന്നതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട. ഇൻറ്റഗ്രൽ 1/x dx എന്താണെന്ന് അറിയാവുന്നവർക്ക് ഇത് ഈസിയാണ്. 1/x dxൻ്റെ ഇൻറ്റഗ്രൽ log x ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ -1/4 ഇൻറ്റു log u എന്ന് എഴുതാം. പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ ഈക്വൽ ടു -1/4 log u എന്നതിന് പകരം 1 - 4x പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. ഇത്രയും എഴുതിയാൽ നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി കഴിഞ്ഞു. ഇനി അതുപോലെ വീണ്ടും e⁻⁴ - 3x ഉണ്ട്. e⁻⁴ - 3x അവിടെ 4 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. 4 - 3x പകരം u ഈക്വൽ ടു 4 - 3x എന്ന് എടുക്കുക. du/dx മീൻസ് ഡെറിവേറ്റീവ് 4 - 3x വിത്ത് റെസ്പെക്ട് ടു x ആണ്. അത് ഡെറിവേറ്റീവ് 0 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 3x 3 ആണ്. അപ്പോൾ -3 എന്ന് വരും. ദീസ് ഇംപ്ലൈസ് du/-3 ഈക്വൽ ടു dx എന്നാവും. ഇനി ഇതിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ e⁻⁴ - 3x dx എന്നുള്ളതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇൻറ്റഗ്രേറ്റഡ് ഫോളോവിങ് എന്നാണെങ്കിലും നമ്മൾ ഇൻറ്റഗ്രൽ e⁻⁴ - 3x ഇൻറ്റു dx എന്ന് എഴുതണം. ഇൻറ്റഗ്രേറ്റഡ് ഫോളോവിങ് വിത്ത് റെസ്പെക്ട് ടു x എന്നാണ് പൂർണ്ണമായിട്ടും പറയുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും എഴുതിയ ശേഷം നിങ്ങൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൃത്യമാക്കിയാൽ മതി. ഇൻറ്റഗ്രൽ ഈ 4 - 3x പകരം u വന്നു, e⁻u. dx പകരം du/-3 വന്നു. അവിടെ 1/-3 കോമൺ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡിൽ എഴുതി. ഇൻറ്റഗ്രൽ e⁻u du ഇത് നമ്മുടെ ഫെമിലിയർ റിസൾട്ടിലുള്ളതാണ്. -1/3 കിടക്കട്ടെ. ഇൻറ്റഗ്രൽ e⁻x dx എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ള e⁻x തന്നെയാണ്. അതുകൊണ്ട് e⁻u പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ ഈക്വൽ ടു -1/3 ഇൻറ്റു e⁻u. യുവിന് പകരം നമ്മുടെ 4 - 3x തന്നെ.
പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. അതായി അതിൻ്റെ ആൻസർ. അപ്പോൾ അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ ചെയ്താൽ ശരിയാവില്ല. നിങ്ങൾ ഹോംവർക്ക് കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോന്നും എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് കോസിൻ്റെ കാര്യത്തിൽ കിടക്കുന്നു. 7th ക്വസ്റ്റ്യൻ, കോസ് x+9. ഇവിടെയും കോസ് ഓഫ് എ വേരിയബിളിൻ്റെ ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വേരിയബിൾ നമുക്കറിയാൻ സാധിക്കും. ഇവിടെ x+9 എന്ന് പറയുന്നതും അതേ രീതിയിൽ ax+b ഫോമാണ്. u = x+9 എന്നാണ് ചിന്തിക്കുക. അപ്പോൾ du എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു x, du/dx എന്നുള്ള ഡെറിവേറ്റീവ് ഓഫ് x1 എന്ന് വന്നു. സോ du = dx തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോയിഫിഷ്യൻ്റാണ് ഇവിടെ by2 by1 വരിക എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇൻ്റഗ്രൽ കോസ് x+9 എന്നുള്ളത് dx ആണ്, ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസ് u x+9 പകരം u ഇൻറ്റു dxന് പകരം du തന്നെയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ കോസ് q du അതറിയണമെങ്കിൽ ഇൻ്റഗ്രൽ കോസ് x dx അറിയണം. ഇൻ്റഗ്രൽ കോസ് x dx എന്നുള്ളത് സൈൻ x ആയിരുന്നു. അപ്പോൾ ഇവിടെ സൈൻ u എന്ന് വരും. പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ ഈസ് സൈൻ u എന്നുള്ളത് x+9 ആണ്, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. അപ്പോൾ നിങ്ങൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത്രയേറെ സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതി പോയില്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇൻ്റഗ്രൽ കോസ് അത് സൈൻ ഡിവൈഡഡ് ബൈ x+9ൻ്റെ ഡെറിവേറ്റീവ് ചെയ്താൽ മതിയാവും. ഇവിടെ x+9ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആയെന്ന് വരാം. ഞാൻ ആ സാഹചര്യത്തിൽ പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. പോട്ടെ, അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. സൈൻ x+9 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ x+9 sec2x sin, ഇവിടെ tan 2x എന്നുള്ളതിൽ ഇതിന് പകരം u കൊടുക്കുക. ഒരിടത്ത് കൊടുത്താൽ മതി. u = 8th ക്വസ്റ്റ്യൻ, u = 2x + 0 ആണ്, 2x എന്ന് കൊടുക്കുക. അപ്പോൾ du/dx എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് 2x എന്നുള്ളത് 2 ആണ്. അതിൽ നിന്ന് നമുക്ക് വേണ്ടിയിരിക്കുന്നത് dxൻ്റെ ഒരു എക്സ്പ്രഷനാണ്. ഇതിൽ നിന്നും dx = du/2 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ്റഗ്രൽ sec2x × tan 2x dx എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇത് ബിക്കംസ് ഇൻ്റഗ്രൽ sec2x എന്നുള്ളത് sec u × tan u dxന് പകരം du/2. അവിടെ 1/2 ഔട്ട്സൈഡിൽ എഴുതാൻ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ sec u × tan u du. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടിലുള്ളതാണ്. ഏതാ സ്റ്റാൻഡേർഡ് റിസൾട്ട്? ഇൻ്റഗ്രൽ sec x tan x എന്ന് പറയുന്നത് sec x തന്നെയാണ്. കാരണം ഡെറിവേറ്റീവ് ഓഫ് sec x ആണല്ലോ sec x × tan x. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ sec u ആണ്. sec u പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ ഈക്വൽ ടു 1/2 × sec u എന്നതിന് പകരം 2x, sec2x പ്ലസ് c. ആരെങ്കിലും ഈ 2 ഉം 2 കൂടെ ക്യാൻസൽ ചെയ്താൽ തെറ്റാണ്. ഇത് sec ഓഫ് 2x ആണ്, അല്ലാതെ ഇത് 1/2 × sec എന്താണോ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെയാണ് 1/2 ചെയ്യേണ്ടത്, അല്ലാതെ ഈ 2 ഉം 2 ഉം വെട്ടിക്കളയരുത്. ഓക്കെ, അതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ cosec square 1 - x. അവിടെ 9th ക്വസ്റ്റ്യനിൽ 1 - x-ന് പകരം u എന്ന് കൊടുക്കുക. അപ്പോൾ du du/dx = -1 വരും, ഓർ du = -dx എന്ന് വരും, അല്ലെങ്കിൽ dx = -du എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇൻറ്റിഗ്രേഷൻ വരുമ്പോൾ ഇൻ്റഗ്രൽ cosec square u × -du എന്ന് എഴുതാം. അതിവിടെ എഴുതിയാൽ -cosec square u-ൻ്റെ ഇൻ്റഗ്രൽ എന്തായിരുന്നു? cosec സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ കോട്ട് നെഗറ്റീവ് കോട്ടാണ്. അപ്പോൾ ഇവിടെ 2 കൊണ്ട് വന്നപ്പോൾ പോസിറ്റീവ് കോട്ട് u എന്ന് വരുന്നു, പ്ലസ് c = കോട്ട് ഓഫ് 1 - x എന്ന് വന്നു, പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. അടുത്തത് sec square 4x + 1 ആണ്. അവിടെ നിങ്ങളത് ചെയ്ത് നോക്കുക. 4x + 1-ന് പകരം u കൊടുക്കുക. കാര്യങ്ങൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുക. ഈ 10ഉം 11ഉം 12ഉം ഒക്കെ നിങ്ങൾക്കുള്ള ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ 10ാമത്തെ കൂടി ചെയ്ത് ഒന്ന് ഫൈനലാക്കാം. ബാക്കി നിങ്ങൾക്ക് ഹോംവർക്കിന് വേണ്ടി തന്നെ ഇട്ടിരുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. sec square 4x + 1-ൽ u = 4x + 1 4x + 1 എന്നുള്ളത് u 4x + 1. ഇതിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക, 4x + 1 അല്ലെങ്കിൽ 5x + 2 എന്നൊക്കെ പറയുന്നത് ax + b ഫോമിലാണ്. എക്സിൻ്റെ ഡിഗ്രി 1 ആണ്.
ഒരു കോൺസ്റ്റൻറ്റ് ടേമും ഉണ്ട്. കോൺസ്റ്റൻറ്റ് ടേം ഒരു പക്ഷേ 0 ആണെങ്കിൽ നേരത്തെ പറഞ്ഞ 2xോ ഈ 4xോ ഒക്കെ ആ രീതിയിൽ വരും. 0 വരുമ്പോഴാണ് സെക്കൻഡ് ടേം. ഇതും ax+b ഫോമിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ u ഇതാകുമ്പോൾ du/dx = ഡെറിവേറ്റീവ് 4x+1 ആണ്. അതിൽ 4 എന്ന് വന്നു. ഓർ du/4 = dx ആണ്. നമ്മുടെ ഉദ്ദേശം ഈ ഇൻ്റഗ്രൽ sec² 4x+1 dx എന്നതിനെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കണം. അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയപ്പോൾ യുവിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ യുവിലുള്ള ഒരു ഇൻ്റഗ്രലായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ ഉദ്ദേശം. ഈ ഫസ്റ്റ് പാർട്ട് sec² എന്ന് കുഴപ്പമില്ലാതെ വരും. ഈ ഡി എക്സിനെ മാറ്റാനാണ് ഡി എക്സിന് പകരക്കാരൻ ഡി യുവിൽ എന്താണെന്ന് നമ്മൾ എഴുതി വയ്ക്കുന്നത്. ഇൻറ്റു du/4 = 1/4. ഇത് 1/4 കോമൺ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡിൽ എഴുതി sec² du. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ sec²x dx ഫോമാണ്. അത് tan x ആണ്. അപ്പോൾ ഇവിടെ 1/4 tan x അല്ല u ആണ്. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. ഇനി യുവിൻ്റെ വാല്യൂ കൂടി കൊടുത്താൽ കാര്യം കഴിഞ്ഞു. 1/4 tan 4x+1 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. ഇവിടെയും 4 ഒന്നും ക്യാൻസൽ ചെയ്യരുത്. കൂടുതൽ ക്യാൻസലേഷൻ ഒന്നും പോകേണ്ട. അറിയാവുന്നത് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ബാക്കി ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ഹോംവർക്കുകൾ ചെയ്യണം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. യാതൊരു മടിയും വിചാരിക്കേണ്ട. ഓക്കെ. ആ സെക്ഷൻ തീർത്തു.